ശാരിക പൈതലിൻ്റെ മധുരമൊഴിയിൽ പാടിയ രാമകഥ നമുക്ക് വരപ്രസാദമായി കനിഞ്ഞു നൽകിയ തുഞ്ചത്താചാര്യന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. കർക്കിടക മാസത്തെ രാമായണ മാസമാക്കി പുനരാവിഷ്കരിക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ച മഹാമാനനീയ പരമേശ്വർജിയുടെ സ്മരണാഞ്ജലിയായി ബാലഗോകുലം നടത്തിവരുന്ന പരമേശ്വരീയം രാമായണ കലോത്സവം പരിസമാപ്തിയോടടുക്കുന്നു. ബാലഗോകുലം എറണാകുളം മേഖല സംഘടിപ്പിച്ചിരിക്കുന്ന രാമകഥാരസം എന്ന രാമായണ ആസ്വാദന സദസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ ജി സതീഷ് കുമാർ ബാലഗോകുലം എറണാകുളം മേഖലയുടെ അധ്യക്ഷനാണ്. മയിൽപീലി മാസിക പ്രസിദ്ധീകരിക്കുന്ന മയിൽപീലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാനുമാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന നിലയിൽ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തിന് സ്നേഹസ്വാഗതം ആശംസിക്കുന്നു. മലയാള സാഹിത്യ സാംസ്കാരിക ലോകത്തെ ആചാര്യസ്ഥാനീയൻ പ്രൊഫസർ എം.കെ. സാനു, പ്രിയപ്പെട്ട സാനു മാഷ്, അധ്യാപകൻ, സാഹിത്യകാരൻ, പ്രഭാഷകൻ എന്നിങ്ങനെയുള്ള പരിവേഷങ്ങളിൽ ശോഭിച്ചു നിൽക്കുന്ന അഭിവന്ദ്യനായ സാനു മാഷ് 40ഓളം കൃതികളുടെ രചയിതാവാണ്. 2013 എഴുത്തച്ഛൻ പുരസ്കാരവും 2011 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും അടക്കമുള്ള നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള സാനു മാഷിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ കേരളത്തിലെ പണ്ഡിത ശ്രേഷ്ഠരിൽ പ്രമുഖനും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും കൂടിയാണ്. ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ വേദേതിഹാസങ്ങളിലുള്ള അഗാധമായ അറിവും ആർജിച്ച ആദരണീയമായ വ്യക്തിത്വമാണ്. PSC ചെയർമാൻ, കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്നീ പദവികളിൽ സ്തുത്യർഹമായ സേവനം നൽകിയിട്ടുണ്ട്. രാധാകൃഷ്ണൻ സാറിനെ സവിനയം സ്വാഗതം ചെയ്യുന്നു. ഭാഗവത സപ്താഹ യജ്ഞങ്ങളിൽ എല്ലാവർക്കും അറിയുന്ന സുപരിചിതമായ വെൺമണി ഇല്ലത്തെ ഏറ്റവും ഇളയ അംഗമാണ് ഡോക്ടർ അനിൽ എന്ന ഭവദാസ്. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റിൽ പ്രൊഫസറാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമങ്ങൾ ഭാഗവതത്തിൽ കൂടെ പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്ഷണം രാമായണോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം രാമായണവും ശാസ്ത്രവും എന്ന വിഷയത്തിൽ സംസാരിക്കാം എന്ന് വളരെ റെഡിയായിട്ട് ഏറ്റെടുത്തു. ഡോക്ടർ അനിൽ എന്ന ഭവദാസ്, ഡോക്ടർ ഭവദാസിന് സസ്നേഹം സ്വാഗതം അർപ്പിക്കുന്നു. രാമായണ കഥാരസത്തിൻ്റെ സമ്മിങ് അപ്പ് എന്ന ചുമതല വഹിക്കുന്നത് ഡോക്ടർ പ്രീത ഷെണോയ്. നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് ഡോക്ടർ ലക്ഷ്മി ശങ്കറിനെയാണ്. അവർക്ക് കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ ലോജിസ്റ്റിക്സിൻ്റെ കാര്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് പകരം വളരെ റെഡിയായിട്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഡോക്ടർ പ്രീത ഷെണോയ്. ഡോക്ടർ പ്രീത ഷെണോയ് CMFRIയിൽ മറൈൻ ബയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത് ഇപ്പോൾ ക്യുസാറ്റിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയിട്ട് വർക്ക് ചെയ്യുന്നു. മറൈൻ ബയോളജിയിൽ തന്നെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പുതുക്കലവട്ടം ഏകലവ്യ ബാലഗോകുലത്തിൻ്റെ രക്ഷാധികാരിയാണ്. ഡോക്ടർ പ്രീത ഷെണോയ്ക്ക് സുസ്വാഗതം. പരമേശ്വരീയം രാമകഥാരസം പരിപാടി കാണുന്ന എല്ലാവർക്കും, ഈ യൂട്യൂബ് ചാനലിൽ കൂടെ കാണുന്ന എല്ലാവർക്കും തന്നെ ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മൾ മലയാളികൾ ഏറെ കാലമായിട്ട് കർക്കിടക മാസത്തെ രാമായണ മാസമായിട്ടാണ് ആചരിച്ചു പോരുന്നത്. ബാലഗോകുലവും ഈ രാമായണ മാസാചാരണം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അത് പരമേശ്വരീയം രാമകലോത്സവം, രാമായണ കലോത്സവം എന്ന പേരിലാണ് അതിൻ്റെ പരിപാടികൾ നടത്തുന്നത്. അതും വെർച്വൽ മീഡിയയിൽ കൂടിയാണ് നടത്തുന്നത്. നമ്മൾ സാധാരണ ഗോകുലങ്ങൾ പോലും ഇപ്പോൾ മായാഗോകുലം എന്ന പേരിൽ നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സർവദാ പ്രവർത്തന സജ്ജമായ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ബാലഗോകുലം. ഈ ഗോകുലം പരമേശ്വരീയം രാമായണ കലോത്സവത്തിൽ ഇന്ന് സുന്ദരകാന്ഡത്തെക്കുറിച്ചാണ് ഇവിടെ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ഏകദേശം 6 ദിവസം കൊണ്ട് 10,000-ഓളം കുട്ടികൾ 3 ഗ്രൂപ്പിലായിട്ട് ഇതിൽ പങ്കെടുക്കുന്നു. കൂടാതെ മുതിർന്നവർ
രാമായണത്തിലെ സന്ദേശങ്ങൾ കഥാരൂപേണ അവതരിപ്പിക്കുന്നു. ഈ ആചരണത്തിൻ്റെ ഭാഗമായി തന്നെ ഇന്നിവിടെ നടക്കുന്നത് രാമകഥാരസം എന്ന ഒരു പരിപാടിയാണ്. ഇതിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ വളരെ പ്രമുഖരായ 3 വ്യക്തികളാണ്. ഒന്ന് പ്രൊഫസർ സാനു, എറണാകുളം മഹാരാജാസ് കോളേജിലെ മലയാളം വിഭാഗം റിട്ടയേർഡ് പ്രൊഫസറാണ്. രണ്ടാമതായിട്ട് പങ്കെടുക്കുന്നത് ഡോക്ടർ KS രാധാകൃഷ്ണൻ, ആദിശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വിരമിച്ച വൈസ് ചാൻസലറാണ്. മൂന്നാമതായിട്ട് പങ്കെടുക്കുന്നത് ഡോക്ടർ അനിൽ. അദ്ദേഹത്തെ നമ്മൾ അറിയുന്നത് വെൺമണി ഭവദാസ് എന്ന പേരിലാണ്. ഈ 3 പേരും രാമായണത്തിലെ 3 ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. പ്രൊഫസർ സാനു നമ്മളോട് സംസാരിക്കുന്നത് രാമായണത്തിലെ ബാലകാണ്ഡത്തെ അധികരിച്ചാണ്. ഡോക്ടർ KS രാധാകൃഷ്ണൻ നമ്മോട് സംസാരിക്കുന്നത് രാമായണത്തിലെ തത്വചിന്തയെക്കുറിച്ചാണ്. മൂന്നാമതായിട്ട് ഡോക്ടർ അനിൽ അല്ലെങ്കിൽ വെൺമണി ഭവദാസ് നമ്മോട് സംസാരിക്കുന്നത് രാമായണത്തിലെ ശാസ്ത്ര ചിന്തയെക്കുറിച്ചാണ്. നമസ്കാരം. ബാലഗോകുലം പരമേശ്വര്യത്തിൽ ഇന്ന് പ്രഭാഷണത്തിനായി നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നവരിൽ പ്രഥമ ഗണനീയനാണ് ശ്രീ NK സാനുമാഷ്. ബാലഗോകുലത്തിന് ഗുരുസ്ഥാനീയനായിട്ടുള്ള അദ്ദേഹം എറണാകുളത്തിന്റെ സ്വന്തം കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരന്നു. ബാലകാണ്ഡത്തിലൂടെ രാമായണത്തിന്റെ ചിന്താധാരകളിലേക്ക് നമ്മെ നയിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. തന്റെ ഭാഷണത്തിനായി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, മറ്റ് ആളുകൾ സദസ്സിലുണ്ടെങ്കിൽ അവരെ ഞാൻ സ്നേഹിതരെ എന്ന് വിളിക്കുന്നു. എല്ലാ പലതരം കഴിവുകൾ നിങ്ങൾ നേടിയെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിലൊന്നു മാത്രമാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്ന കാവ്യം, ആധ്യാത്മിക കാവ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവും പരിജ്ഞാനവും. നമ്മൾക്കിന്ന് പറയേണ്ടത് അധ്യാത്മ രാമായണം എന്ന കാവ്യത്തിലെ ബാലകാണ്ഡത്തെക്കുറിച്ചാണ്. അതാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അധ്യാത്മ രാമായണം വാൽമീകി രാമായണവും രണ്ടാണ്. നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് അതാണ്. വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ സർവഗുണ സമ്പന്നനായ ഒരു മനുഷ്യനായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. സർവഗുണ സമ്പന്നനായ മനുഷ്യനാകുമ്പോൾ മനുഷ്യന് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടാകാതെ തരമില്ല. ആ ന്യൂനതകൾ വാൽമീകി രാമായണത്തിലെ രാമനെ നാം കാണുന്നുണ്ട്. എന്നാൽ അധ്യാത്മ രാമായണത്തിൽ അതൊരു ആധ്യാത്മിക ഗ്രന്ഥമാണ്. സംസ്കൃതത്തിലുള്ള പരിഭാഷ തന്നെയാണ്. എങ്കിലും അതിൽ രാമൻ ഈശ്വരാവതാരമാണ്. ഈശ്വരാവതാരം എന്ന നിലയ്ക്ക് രാമൻ സർവവിധമായ ന്യൂനതകളിൽ നിന്നും വിമുക്തനായ ഈശ്വരാവതാരം തന്നെയാണ്. ആ നിലയിലാണ് ആദ്യം മുതൽ തന്നെ രാമനെ ചിത്രീകരിച്ചിട്ടുള്ളത്. അമ്മ പോലും അത് തിരിച്ചറിയുന്നുണ്ട്. ഞാൻ പ്രസവിച്ച മകനാണെങ്കിലും നീ ദൈവമാണ് എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരും അങ്ങനെയാണ്. രാമൻ ലോകാഭിരാമനും ലോകത്തിന്റെ മുഴുവൻ അഭിരാമനാണ്. ലോകത്തിന്റെ മുഴുവൻ ആരാധ്യകൃഷ്ണനുമായി മാറുന്നത്. എങ്കിലും അവരുടെ ബാല്യത്തിൽ, മനുഷ്യരുടെ ബാല്യത്തിന്റെ പ്രത്യേകതകൾ കാണിക്കുന്നുണ്ട്. ആ പ്രത്യേകതകൾ എന്തൊക്കെ എന്നാണ് നിങ്ങളത് വായിക്കുന്നത്. നിങ്ങൾ വായിക്കുന്നത്. ഇപ്പോൾ വായിച്ചിട്ടില്ലെങ്കിൽ നാളെ വായിക്കണം. അതിൻ്റെ കാവ്യം ആസ്വദ്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ആസ്വദിക്കുന്നത് കൊണ്ട് നിങ്ങൾ മെച്ചപ്പെട്ട മനുഷ്യത്വം നേടിയവരായി തീരുകയും ചെയ്യും. കാരണം ഈ കലാസ്വാദനം, സംഗീതമായാലും ചിത്രകലയായാലും നൃത്തം പോലും, അത് തമ്മിലുള്ള ചില പല വിശിഷ്ട വാസനകളെയും നമ്മൾ അറിയാതെ തന്നെ ഉദ്ദീപിപ്പിക്കും. അതിനോട് വ്യക്തിത്വത്തിൻ്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യും. അതിൽ വെച്ച് ഏറ്റവും അധികം സ്വഭാവശുദ്ധിയും സ്വഭാവോത്കൃഷ്ടതയും വളർത്തുന്നത് കാവ്യമാണ്. ആ കാവ്യം ഒന്ന് വായിച്ചു നോക്കണം. അത് രസമാണ്. ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്നത്. അപ്പോൾ അത് ആവിഷ്കരിക്കുന്നത് ഒരു മനുഷ്യ സ്വഭാവത്തിൻ്റെ പല വശങ്ങളും കൂടി അത് കാണുന്നത്. ഒന്നാമത് നാം കാണുന്നത് അവർ മാതാപിതാക്കളോട് കാണിക്കുന്ന അവരുടെ ഭക്തിയും അനുസരണശീലവും
മറ്റുമാണ്. ബഹുമാനം ഞാൻ പറഞ്ഞില്ല, ഭക്തി വരെ കാണിക്കുന്നത് ദശരഥനോട്. അപ്പൊ അത് നാം വളരെ ആദ്യമായി വളർത്തി വരുമ്പോൾ അമ്മ ദേവതയ്ക്ക് തുല്യം പൂജിക്കുന്നുണ്ട്. അച്ഛനെ ഒരു ദേവന് തുല്യമായി അവർ ആരാധിക്കുകയും ചെയ്യുന്നു. അതാണ് അവർ ആദ്യമായി കാണുന്ന മാതാവിനോടും പിതാവിനോടും അവർ കാണിക്കുന്ന സ്നേഹം, ബഹുമാനം, ആരാധനാഭാവം. ആ നിലയിൽ മാതാപിതാക്കൾ അവരെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. സാധാരണ കുഞ്ഞുങ്ങളെ കാണുന്നത് അവിടെ കുസി വഴക്ക് പറയുക അങ്ങനെയുള്ളതല്ല. അവരെ വളരെ ലാളിച്ച് വാത്സല്യം നുകർന്ന് വളർത്തുകയാണ് ചെയ്യുന്നത്. അവർ വിനോദിക്കാനൊക്കെ അവസരം കൊടുക്കും. കാരണം വിനോദം നിങ്ങളുടെ വ്യക്തിത്വത്തിന് ആവശ്യമാണ്. നിങ്ങളൊക്കെ നഷ്ടപ്പെട്ടു വരുന്നതാണെന്ന് എനിക്കറിയാം. അവർ എല്ലാവരും സഹോദരന്മാർ മാത്രമല്ല, പിന്നെ ആരും കൂടിയാണ്, അവർ സുഹൃത്തുക്കൾ കൂടിയാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നവരും അതേ സമയത്ത് തന്നെ സഹോദരന്മാരുമാണ്. ജ്യേഷ്ഠനാണ് അവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ. അത് ശ്രീരാമനാണ്. രാമനെ അവരെല്ലാവരും ഭക്തിയോടു കൂടിയാണ് നോക്കുന്നത്. ഭക്തി കലർന്ന സ്നേഹത്തോടു കൂടിയാണ് നോക്കുന്നത് എന്ന് പറയുന്നത് ശരി. അതുപോലെ അവർക്ക് അമ്മമാരുണ്ട്. അന്ന് അമ്മമാരാണുള്ളത്. രാജാവിന് പല ഭാര്യമാരില്ല ഉണ്ടാവില്ല, രാജാക്കന്മാർക്ക് ഉണ്ടാകും. അമ്മമാരെ സ്വന്തം അമ്മയായി രാമൻ സ്വന്തം അമ്മയായി ലക്ഷ്മണന്റെ അമ്മയെയും ഭരതന്റെ അമ്മയെയും കാണുന്നുണ്ട്. അതും അമ്മയുടെ സ്ഥാനത്ത് ആരാണോ ഉള്ളത് അവരെ അമ്മയായി കാണുകയും അമ്മയെ പുണ്യവതിയായി കാണുകയും അമ്മയെ പൂജിക്കുകയും ചെയ്യുന്നാൽ അവർക്ക് ആ സംസ്കാരം എപ്പോഴും അവർ നിലീനമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരെ മാമുനി എന്ന് വിളിക്കുന്നത്. വിശ്വാമിത്ര മഹാമുനിയുടെ ആശ്രമത്തിൽ യാഗ പൂജയ്ക്ക് തടസ്സമുണ്ടാകുന്നു. യാഗം നടത്തുന്നത് എന്തിനാണ്? നമ്മുടെ ആത്മാവിനെ ഉത്കർഷം സിദ്ധിക്കുന്നതിന് വേണ്ടിയാണ്, പരിശുദ്ധി സിദ്ധിക്കുന്നതിന് വേണ്ടിയാണ്, ആത്മാവിന് വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ നമ്മെ പരിശുദ്ധ മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന യാഗം ഒരു കൂട്ടർ വന്ന് കളക്കി കളയുന്നു. അവിടെ മലിനവസ്തുക്കൾ വലിച്ചെറിയുക തുടങ്ങിയ പലതും ചെയ്യാം. ആരാണത്? രാക്ഷസരാണ്. ഇവിടെ വന്ന് നേരത്തിരിക്കുന്ന അവരുടെ പ്രധാന ശല്യം രാക്ഷസിയാണ്, ചാടകയാണ്. അങ്ങനെയാണ് വന്ന് മഹർഷി വന്ന് അവരുടെ പിതാവിനോട് ആവശ്യപ്പെടുന്ന മക്കളെ എൻ്റെ കൂടെ അയച്ചു തരണം. പിതാവിന് വിഷമം തോന്നുന്നത് സ്വാഭാവികം. അവിടെ പിതാവ് മനുഷ്യനാണ്. രാക്ഷസന്മാരുടെ യാഗ കലക്കുന്ന പരിശ്രമത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് എൻ്റെ കുഞ്ഞു മകളെ അയക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അപകടമല്ലേ? വളരെ അപകടത്തെ നേരിടാൻ അവരെ അയക്കാൻ വേണ്ടി ആ സങ്കടം തീർച്ചയായിട്ടുണ്ട്. പക്ഷേ വിളിക്കുന്നത് മഹർഷിയാണ്. മഹർഷി പറയുന്നു, സാധാരണ കുട്ടികളെ പോലെ കാണരുത്. അവരുടെ അധികമായ ലൗകിക ശക്തിയുമുണ്ട്, ആധ്യാത്മിക ശക്തിയുള്ളവർക്ക്. അങ്ങനെയാണ് യാഗരക്ഷയ്ക്ക് വേണ്ടി രാമലക്ഷ്മണന്മാർ പോകുന്നത്. അയക്കുകയും ചെയ്യും. മഹർഷി പറഞ്ഞ് അയക്കും. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഹർഷിമാരുടെ ധനമെന്താണ്? രാജാവ് ഭരണാധികാരിയാണ്. രാജാവ് രാജധാനിയാണ് ഇരിക്കുന്നത്. അയോധ്യയിലിരിക്കുക വാണരുടെയാണ്. രാജാവിന് ഭരണാധികാരം മാത്രമല്ല, സമ്പത്തുണ്ട്. രാജ്യസമ്പത്ത് മുഴുവൻ രാജാവിന് അവകാശപ്പെട്ടതാണ്. മഹർഷിക്കൊന്നുമില്ല. മഹർഷിക്ക് താൻ ധരിക്കുന്ന വസ്ത്രവും തൻ്റെ പൂജയിൽ നിന്ന് നേടിയ ശരീരബലമല്ല, ആത്മീയ ബലവുമാണ്. ആ ആത്മീയ ബലത്തിന്റെ മുമ്പിൽ രാജാവിൻ്റെ ഭൗതിക ബലം നമസ്കരിക്കുന്നതാണ് നാം കാണുന്നത്. അത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ആത്മീയതയെ, ദാർശനികതയെ എപ്പോഴും പൂജിക്കുക എന്നുള്ളതില്ല. പഴയ കാലത്ത് നിങ്ങൾ പാശ്ചാത്യനായ ചിന്തനെ കുറിച്ച് കേട്ട് കാണും. പ്ലേറ്റോ അറിയാം. പ്ലേറ്റോ ഒരു മാതൃകാ ഭരണാധികാരിയെ സങ്കല്പിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ദാർശനികൻ, തത്വചിന്തകൻ കൂടിയാണെന്ന്. തത്വചിന്തകൻ ഒന്നുമില്ലാത്ത ഒരു ഭിക്ഷു ആയിരിക്കാം. അയാളുടെ ആത്മീയ ശീലമുണ്ടെന്ന് അയാളെ വണങ്ങും. ആ വണക്കമാണ് ദശരഥൻ അനുസരണയാണ് കാണിക്കുന്നത്. വിശ്വാമിത്രർക്ക് പോകുന്ന വഴിക്ക് അവർ പല ആശ്രമങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. സന്ദർശിക്കുന്ന ആശ്രമങ്ങൾ സന്ദർശിക്കുന്ന ആര് അവിടെ അന്ന് ജാതി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. രാമായണത്തിൽ ജാതിയെ പറ്റി പരാമർശമാണ്. പക്ഷെ ഏത് ജാതിയാണ് ആശ്രമം നടത്തുന്നത് നോക്കാറില്ല. അവിടുത്തെ സന്യാസിയായാലും സന്യാസിനിയായാലും
അവരെല്ലാം ഒരേ തരത്തിൽ കണ്ട് വണങ്ങാൻ വിശ്വാസം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ മറ്റേ പ്രതിബന്ധം ഉണ്ടാകുന്നുണ്ട്. പ്രതിബന്ധത്തെ അവർ തരണം ചെയ്യാനുള്ള ശക്തിയും അവർക്കുണ്ട്. അങ്ങനെയാണ് താടകയെ അവിടെ ചെന്ന് വധിക്കുന്നതും വിശ്വാമിത്രനെ സ്വച്ഛന്തമായി യാഗം നടത്തുന്നതിനുള്ള സ്വതന്ത്രമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നത്. അവിടെ നിന്ന് മടങ്ങുന്ന വഴിക്കാണ് അഹല്യാമോക്ഷം. അഹല്യാമോക്ഷം ശാപം മൂലം ശിലയായി തീർന്ന അഹല്യയെ പാദസ്പർശം കൊണ്ട് വീണ്ടും സ്ത്രീയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് നേരെ ഒരു ശാപത്തിന്റെ കഥ ആകാം, അല്ലെങ്കിൽ ശിലാതുല്യമായ ചില മനുഷ്യർ പാറപോലെ കഠിനമായ മനുഷ്യത്വം ഇല്ലാത്ത വ്യക്തിത്വമുള്ളവരായിരിക്കും. അവരെ മനുഷ്യത്വത്തിന്റെ ആർദ്രത ഉള്ളവരാക്കി മാറ്റുക എന്ന് അർത്ഥമെടുക്കാം. അതാണ് മഹർഷിമാർ ചെയ്യുന്നത്, അവതാര പുരുഷന്മാർ ചെയ്യുന്നത്. ഈ സാധാരണ വളരെ ദുഷ്ടബുദ്ധികളായ ആളുകളെ പോലും ശിഷ്ടന്മാരാക്കി മാറ്റും, നന്മയുള്ളവരാക്കി മാറ്റും. അതാണ് ദൈവികമായ സ്പർശത്തിന്റെ വിസ്മയം. ആ വിസ്മയം കാണിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കും. അവരും തിരിച്ചറിയുന്നു ഇത് ബാലനാണെങ്കിലും ബാലത്തോട് അതിവർത്തിക്കുന്ന ദൈവത്തിന്റെ ചൈതന്യം ഇവർ കാണുന്നുണ്ട്. അതിനാണ് കാണുന്നത്. അത് ലക്ഷ്മണൻ പ്രത്യേകിച്ചും സഹോദരന്മാരുടെ കൂട്ടത്തിൽ രാമനോട് കൂടുതൽ അടുപ്പമുള്ള വ്യക്തിയാണ്. ഇക്കാലത്താണ് നിങ്ങളത് കാണുന്നത്. രാമൻ കാട്ടിൽ പോകേണ്ടി വരുന്നു. എന്തിനാണ് കാട്ടിൽ പോകണമെന്ന് പറയുന്നത്? കാട്ടിൽ പോകണം എന്ന് പറയുന്നത് അച്ഛൻ തൻ്റെ ഒരു ഭാര്യയ്ക്ക് കൈകൈക്ക് കൊടുത്ത ഒരു വാഗ്ദാനമുണ്ട്, വരമുണ്ട്. ആ വരം പാലിക്കുന്നതിന് വേണ്ടിയാണ്. അത് ഈ സമയത്ത് കൈകൈ ആവശ്യപ്പെടുന്നത് മൂത്ത ജ്യേഷ്ഠനാണ് യുവരാജാവ് അഭിഷേകാൻ തീരുമാനിച്ചത്. ആ അദ്ദേഹത്തെ പകരം എൻ്റെ മകനായ ഭരതനെ അഭിഷേകം ചെയ്യണം, കുഴപ്പമില്ലാത്തവരാണെങ്കിൽ. അത് കേൾക്കുമ്പോൾ ലക്ഷ്മണന് ക്രോധം ഉണ്ടാകുന്നുവെങ്കിലും ക്രോധം വരാൻ പാടില്ലാത്തതാണ്. ചിലപ്പം നമുക്ക് എല്ലാവർക്കും വരും. എൻ്റെ ജ്യേഷ്ഠനെ കാട്ടിലയക്കണം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അന്യനെ രാജാവാക്കണമെന്ന് കുറിച്ച് മനസ്സിലാക്കണം. എങ്കിലും അവിടെ ലക്ഷ്മണൻ ലക്ഷ്മണൻ അധ്യാത്മ രാമായണത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിൽ ഒന്നാണ്. എല്ലാ വിപത്തിലും കൂടെയുണ്ട്, എല്ലാ വെല്ലുവിളികളിലും നേടാൻ കൂടെയുണ്ട്, സൈന്യത്തിന് ധൈര്യമുണ്ട്, അനുകമ്പയ്ക്ക് അനുകമ്പയുണ്ട്. അത് രക്ഷ ചെയ്യേണ്ട സ്ഥലത്ത് രക്ഷ ചെയ്യും. അവനൊരു വലിയ കഥാപാത്രമാണ്. പണ്ട് ഒടുവിൽ സീത ഉപേക്ഷിക്കപ്പെട്ടത് രാമായണത്തിലുള്ള ഇതിലുണ്ട്. അത് വന്നു കഴിഞ്ഞ് സീത ഓർക്കുന്ന ലക്ഷ്മണനാണ്. എല്ലാ സന്ദർഭങ്ങളിലും എല്ലാത്തരം പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് ആ മനുഷ്യത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ എല്ലാ ശിഷ്ടഗുണങ്ങളും രാമൻ കാണിക്കുന്നുണ്ട്. ജ്യേഷ്ഠൻ സീതയെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ സങ്കടമുണ്ട്. സീത നിരപരാധിയാണെന്നറിയാം, പക്ഷേ ജ്യേഷ്ഠനാണ് പറയുന്നത്. ഉപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ ലക്ഷ്മണൻ കരഞ്ഞു പോകുന്നുണ്ട്. മുഖത്ത് നോക്കാൻ പറ്റുകയില്ല. അതിൻ്റെ ലക്ഷ്മണൻ അനുസരിക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മണൻ ഒരു മാതൃകാ സഹോദരൻ എന്ന രീതിയിൽ എപ്പോഴും അതിന് ബാല്യം മുതൽ തന്നെ അത് കാണിച്ചുകൊണ്ട് വരുന്നുണ്ട്. പോകുന്നതിന് മുമ്പോ നാട്ടിൽ പോകണം എന്നാണ് പറഞ്ഞത്. അഭിഷേകം ചെയ്ത് യുവരാജാവാകാൻ സന്നദ്ധനായിരിക്കുന്ന രാമനോട് ദൂരത്തെ മുഖത്ത് കാണാൻ പറഞ്ഞ കാട്ടിൽ പോകണം. അതിന് വേണ്ടി രാജാവാകേണ്ടതല്ല പറഞ്ഞു. രാജാവാകേണ്ട സ്ഥലമില്ല, കാനത്തിൽ പോകണം. കാട്ടിൽ പോയി 14 വർഷം കഴിക്കണമെന്നാണ്. രാമൻ കൗസല്യെ അമ്മയെ കാണും. അമ്മയുടെ പത്നിയായ ദശരഥന്റെ മറ്റൊരു ഭാര്യയായ സുമിത്രയെ കാണും. കൈകേയിയും കാണും. കൈയോട് ഒരു വിദ്വേഷവുമില്ല. അവരോടെല്ലാം അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ സ്നേഹാദരങ്ങളും ബഹുമാനവും പോരാ ഭക്തിയും രാമൻ കാണിക്കുന്നുണ്ട്. അവിടെ രാമൻ മനുഷ്യന്റെ തലത്തിൽ നിന്ന് ഉയർന്ന ദൈവത്തിന്റെ തലത്തിൽ ശോഭിക്കുന്നതാണ് നാം കാണുന്നത്. പോകുന്നതിനും ഒരു സന്നദ്ധതയിലും യാതൊരു വഴിയും രാമൻ കാണുന്നുണ്ട്. ആ രീതിയിലാണ് രാമനെയും ലക്ഷ്മണനെയും പോകുന്നത് കണ്ട് ശത്രുഘ്നെ ഭരതന് സന്തോഷിക്കാവുന്നതാണ്. അല്ലേ? ജ്യേഷ്ഠ ഞാൻ രാജാവാകല്ലോ, ശരി രാജാവാകുന്നു.
ദൃഷ്ടാന്തന്മാർ തമ്മിൽ നമ്മുടെ പഴയ കൊടുത്ത ഒരു വംശത്തിന്റെ കഥ എടുക്കുമ്പോൾ ഇന്ത്യ ചരിത്രം എടുക്കുമ്പോൾ രാഷ്ട്രസൈഡിൽ വാദം കേൾക്കണം. സഹോദരന്മാർ തമ്മിൽ യുദ്ധം ചെയ്യും. ചേട്ടനെ കൊന്നിട്ട് അനിയൻ രാജാവാകും, അനിയനെ കൊന്നിട്ട് ഏട്ടൻ രാജാവും. പല പല കളികളുണ്ട്. ഇവിടെ രാമൻ ഭരതൻ ജ്യേഷ്ഠൻ പോകരുതെന്നാണ് പറയുന്നത്. ജ്യേഷ്ഠൻ പോകുന്നതിൽ അമ്മയോട് കയറുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഈ ചെയ്തത്? എന്നാൽ ജ്യേഷ്ഠൻ പോയിക്കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ജ്യേഷ്ഠന്റെ പാതുകങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന സിംഹാസനത്തിൽ ആ പാതുകങ്ങൾ രാമന് പകരം വെച്ച് അത് പൂജിച്ച് അതിന്റെ നാമത്തിലാണ് ഭരണം നടത്തിയത്. ഭരിക്കുന്ന ഞാനല്ല, ജ്യേഷ്ഠൻ തന്നെയാണ്, രാമൻ തന്നെയാണ് ഭരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഒരു സഹോദര ബന്ധം ലോകത്തിലില്ല. ലോകത്തിലുണ്ടെങ്കിൽ തന്നെയും വളരെ 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 ചുരുക്കമായി മാത്രമാണ് സങ്കല്പിക്കുന്നത്. അത് അവിടെ തന്നെ രാമൻ രാജധർമ്മത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ദേഷ്യം വരുന്നതിനെ കുറിച്ച് അത് ഇതിനടുത്ത കാണ്ഡത്തിലാണ് പറയുന്നതെങ്കിലും അതിവിടെ പ്രസക്തമാണ്. ലക്ഷ്മണൻ വീണ്ടും കോപം വരുമ്പോൾ ലക്ഷ്മണോപദേശം അതിനകത്ത് വത്സലാ സൗമിത്രേ കുമാരാനി കേൾക്കണം, മത്സരാദ്യം കഴിഞ്ഞ എന്നോട് വാക്കുകൾ ഈ വാത്സല്യ ബുദ്ധി കളഞ്ഞിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നത്. അത് ഈ ലോകത്തിന്റെ തത്വം. ഇതൊക്കെ നമ്മളൊക്കെ താൽക്കാലികമായി വന്നവരാണ്. നമ്മുടെ ഈ ശരീരവും നമ്മുടെ പദവി, നമ്മുടെ പ്രശസ്തി, നമ്മുടെ സമ്പത്ത് ഇതെല്ലാം താൽക്കാലികമായി നമുക്ക് നമ്മുടെ നിത്യാനിത്യ വിവേകം എന്ന് പറയും. ചിലതൊക്കെ നിത്യമാണ്, ചിലതൊക്കെ അനിത്യമാണ്. അനിത്യാർത്ഥം ക്ഷണികമാണ്. നിങ്ങൾക്ക് പണം നേടിയാൽ പണം ക്ഷണികമാണ്, നിങ്ങളുടെ ഈ ഏത് നിമിഷം അത് പോകാം. നേരെ മറിച്ച് നിങ്ങൾ വിദ്യ നേടിയാൽ വിദ്യാധനം സർവധനാ പ്രധാനം തുടങ്ങുന്നത്. വിദ്യ നിങ്ങൾക്ക് സ്ഥിരമായ സമ്പത്താണ്. ഈ നിത്യമേത് അനിത്യമേത് എന്നതിനെ സംബന്ധിക്കുന്ന ബോധം ഇവരിൽ ഉണ്ടാക്കുന്നത് രാമനാണ്. മൂന്ന് പേരിലും അത് നല്ലതുപോലെ രാമൻ സൃഷ്ടിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ അവർ പ്രായത്തിൽ കവിഞ്ഞ പാകതയും ലോകത്തെപ്പറ്റിയുള്ള പരിജ്ഞാനവും മനുഷ്യ ജീവിതത്തിന്റെ സൂക്ഷ്മമായ രഹസ്യങ്ങളും മനസ്സിലാക്കിയവർ കൂടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ തങ്ങളുടെ എല്ലാ സദ്ഗുണങ്ങളും പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അമ്മമാരോട് കാണിക്കുന്ന ബഹുമാനവും ഭക്തിയും, പിതാവിനോട് കാണിക്കുന്ന ബഹുമാനവും ഭക്തിയും, പിന്നെ തങ്ങളുടെ പ്രജകളോട് കാണിക്കുന്നത്. രാമൻ പോകാൻ നേരത്ത് പ്രജകൾ വരുന്ന വരവ് കഷ്ടമല്ലേ? എല്ലാവരും ആപാലവൃത്തം, വൃത്തന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. എല്ലാവരും വന്ന് രാമൻ പോകുന്ന കരയുകയാണ്, പോകരുത്, ഞങ്ങൾക്ക് പരിചയമാണ്. അത്രയധികം ആളുകളുടെ കണ്ണീരുണ്ടികളായി തീരാൻ അവർക്ക് എല്ലാവർക്കും സാധിച്ചത് രൂപസൗകര്യം മാത്രമല്ല, രൂപം പുറമെ കാണുന്ന ഒന്നാണ്. പുറമേ സുന്ദരനായി കാണുന്ന, സുന്ദരിയായി കാണുന്നവர்கள் അധികം നല്ലതാകുന്നില്ല. ഇവരുടെ സൗന്ദര്യം അവരുടെ ആന്തരികമായ സൗന്ദര്യമാണ്, അവരുടെ മനസ്സിന്റെ സൗന്ദര്യമാണ്, അവരുടെ ആത്മാവിന്റെ സൗന്ദര്യമാണ്. ഈ പ്രായത്തിൽ തന്നെ ആ കുഞ്ഞുങ്ങളുടെ ആത്മസൗന്ദര്യം പ്രകാശിക്കത്ത തരത്തിൽ, നമുക്ക് മനസ്സിലാക്കത്തക്ക തരത്തിൽ ആവിഷ്കരിച്ചു എന്നുള്ളതാണ് എഴുത്തച്ഛൻ്റെ രചനാരഹസ്യം. രചനാരഹസ്യം വായിച്ചു മാത്രം അറിയേണ്ടതാണ്. എനിക്ക് ചൊല്ലാൻ അറിയില്ല പഴയതുപോലെ. പണ്ടെനിക്ക് ചൊല്ലാൻ വയ്യായിരുന്നു, തീരെ ചൊല്ലാൻ വയ്യാതായി. അത് ചൊല്ലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗിയായി. ഈ വത്സാസ്വാമ്യത്തിന് അടുത്ത ഭാഗത്താണെങ്കിലും അത് റെക്കോർഡായി വന്നിട്ടുണ്ട്. അത് ചൊല്ലിയത് നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു ഗായകനാണ്, എൻ്റെ കൂടെ പഠിച്ചൊരു വ്യക്തിയാണ്, കമുകര പുരുഷോത്തമൻ. നല്ല ഭംഗിയായിട്ട് ചൊല്ലുന്നുണ്ട്. വർഷ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം കഴിഞ്ഞ് എന്നോട് വാക്കുകൾ എന്നൊക്കെ പറയും. മത്സരം പാടില്ല എന്നാണ്. ആ അർത്ഥത്തിൽ അധ്യാത്മരാമായണം കേരള സംസ്കാരത്തെ ചിട്ടപ്പെടുത്തുന്നതിൽ, ഒന്നിനൊന്ന് പരിപുഷ്ടമാക്കുന്നതിൽ, നമ്മുടെ പൈതൃകത്തെ നമ്മുടെ രക്തധമനികളിൽ സ്പന്ദിക്കത്തക്ക തരത്തിൽ നമ്മുടെ ഒരു ഭാഗമാക്കി തീർക്കുന്നതിൽ ഏറ്റവും അധികം പങ്കുവഹിച്ച ഒരു കാവ്യമാണ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തെ ഇന്ത്യയുടെ മുഴുവൻ പൈതൃകം അത് തന്നെയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ചൊല്ലിയ കുഞ്ഞുമാലികളും ചൊല്ലുന്നില്ല എന്ന് കഴിയാം. ചൊല്ലിയത് രാമ 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 പാഹിമാം, രാമപാദം ചേരണേ എന്നാണ് അവസാനം. രാമന്റെ പാദങ്ങളിൽ ചേരണം, അതാണ് അവസാനത്തെ ആഗ്രഹം. മുകുന്ദരാമ പാഹിമാം. ആ രാമൻ ഭാരതീയ ജീവിതത്തിൻ്റെ ഒരു രക്തധമനിയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ രാമനെ ആണ് അധ്യാത്മരാമായണം അതിമധുരമായ കാവ്യ രസത്തോടുകൂടി
അനുവാചകരുടെ മനസ്സുകളിൽ ഉറപ്പിക്കുന്നത്. അതിമധുരമാണ്. അത് മറ്റ് കവികൾക്ക് എഴുത്തച്ഛന് ശേഷമുള്ള കവികൾ അവർ എഴുതിയിട്ടില്ല. നമുക്കറിയാം. പിന്നെ കവികളുണ്ട്, ഉണ്ണായി വാര്യരുണ്ട്, പൂന്താനമുണ്ട്. നമ്മുടെ എൻ്റെ കാലഘട്ടത്തിൽ കുമാരനാശാനുണ്ട്, വള്ളത്തോളുണ്ട്, ഉള്ളൂരുണ്ട്, അതിനുശേഷം വൈലോപ്പിള്ളിയുണ്ട്, ചങ്ങമ്പുഴയുണ്ട്. ഇവരെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും എഴുത്തച്ഛൻ്റെ അത്രയും ശ്രേഷ്ഠതയും മാധുര്യവും ഒത്തിണങ്ങിയ കവിത മറ്റാർക്കും ഇതുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെല്ലാം ആഗ്രഹിക്കുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛ പാതിരെ പോലും കവിത എഴുതാൻ എനിക്ക് കഴിയണേ എന്നാണ്. അത് കഴിയാൻ എത്തിക്കഴിഞ്ഞു. അതാണ് ആ കാവ്യ മാധുര്യത്തിൻ്റെ മഹനീയത. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. മാതാപിതാക്കളോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് ഇതൊന്ന് വായിച്ച് കുറച്ച് ഭാഗം ഈണത്തിൽ ചൊല്ലി കേൾപ്പിക്കുക. അതിലേക്ക് ചൊല്ലാൻ പഠിക്കുകയും വേണം. ഇത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെല്ലാം വളരെ ചുമതലാബോധമുള്ള, അനുസരണശീലമുള്ള, നമ്മുടെ പൈതൃകത്തിൽ നിന്നൊക്കെ ഭക്തിയുള്ള നല്ല ഭാരതീയ പൗരന്മാരായി, ലോകപൗരന്മാരായി തന്നെ വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ കാലത്ത് ലോകം മിക്കവാറും ഒന്നാമത് ഞാൻ സ്വപ്നം കാണുന്നത്. അങ്ങനെ വളർന്നു വന്നാൽ നിങ്ങൾ ഭാവിയുടെ വിധാതാക്കളാകുമ്പോൾ ലോകം കൂടുതൽ മെച്ചപ്പെട്ടതാകും, മനുഷ്യർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടതാകും, മനുഷ്യർ ദേവതുല്യരായി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ കേട്ടതിന് നിങ്ങൾക്ക്, കൊച്ചുകുഞ്ഞുങ്ങൾക്ക് പോലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. क्रोध न छोड़ा, झूठ न छोड़ा, क्रोध न छोड़ा, झूठ न छोड़ा, सत्य वचन क्यों छोड़ दिया, सत्य वचन क्यों छोड़ दिया, हरि नाम जपन क्यों छोड़ दिया, कृष्ण नाम जपन क्यों छोड़ दिया, राम नाम जपन क्यों छोड़ दिया। जोगी सुमिरन ते अति सुख पावे, सो सुमिरन
क्यों छोड़ दिया। कोटि को तो खूब संभाला, कोटि को तो खूब संभाला, लाल रतन क्यों छोड़ दिया। लाल रतन क्यों छोड़ दिया। हरि नाम जपन क्यों छोड़ दिया। कृष्ण नाम जपन क्यों छोड़ दिया। राम नाम जपन क्यों छोड़ दिया। जोगी सुमिरन ते अति सुख पावे, सो सुमिरन क्यों छोड़ दिया। खालिस एक भगवान भरोसे, खालिस एक भगवान भरोसे, सत्य वचन क्यों छोड़ दिया। सत्य वचन क्यों छोड़ दिया। हरि नाम जपन क्यों छोड़ दिया। कृष्ण नाम जपन क्यों छोड़ दिया। राम नाम जपन क्यों छोड़ दिया। छोड़ दिया, छोड़ दिया, छोड़ दिया। आ, ഉത്തമ ഭക്തരാൽ സമ്പുഷ്ടമാണ് രാമായണം. എന്നാൽ അത്രയും തന്നെ ജ്ഞാനോദ്ദീപകവും കൂടിയാണ് ഈ ആദിമഹാകാവ്യം. രാമായണത്തിലെ തത്വചിന്തകളിലേക്ക് നമ്മുടെ ചിന്താധാരകളെ എത്തിക്കാനായിട്ട് ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ശ്രീ KS രാധാകൃഷ്ണൻ സാറാണ്. എത്രയും ഭക്ത്യാദരവോടുകൂടെ അദ്ദേഹത്തെ തന്റെ ഭാഷണത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ രാമായണ മാസം ആഘോഷിക്കുന്നു എന്ന് തന്നെ പറയാം. ആചരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്, ആഘോഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. രാമന് ഏറ്റവും നല്ല ഒരു നിർവചനം പോലെ നൽകിയിട്ടുള്ളത് മഹാത്മാഗാന്ധി തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ആത്മസ്വരൂപമാണ് രാമൻ എന്നാണ്. ആത്മസ്വരൂപം രാമനാണ് എന്നുള്ളത് വളരെ സവിശേഷമായ ഒരു പ്രസ്താവനയാണ്. എന്താണ് ഇന്ത്യ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടി വരുമ്പോൾ, ഇന്ത്യയുടെ ആത്മാവ് എന്ത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടി വരുമ്പോൾ, നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് രാമവിഗ്രഹത്തെയാണ്. എന്തായിരിക്കും ഇന്ത്യയുടെ ആത്മസ്വരൂപം എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അതാ ഇതുപോലെ ശ്രീരാമനാണ് ഇന്ത്യയുടെ ആത്മസ്വരൂപം എന്ന് പറയാമെന്ന് ഇന്ത്യക്കാരെയും ലോകത്തിനെയും ബോധ്യപ്പെടുത്തിയത് മഹാത്മാഗാന്ധിയാണ്. നമുക്ക് ഈ ആത്മസ്വരൂപം എന്നൊക്കെ പറയുമ്പോഴും രാമായണത്തിൻ്റെ തത്വചിന്ത എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമ്മൾ വളരെ പേടിയോടുകൂടിയാണ് ഇതിലിരിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് തത്വചിന്തയൊക്കെ പറഞ്ഞ് നിങ്ങൾ ആകെ കുഴച്ച് കളയും എന്നൊരു ഭയം നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് മനുഷ്യരുടെ ജീവിതം എങ്ങനെയാകും, ആ ജീവിതം എങ്ങനെയായിരിക്കണം,
എങ്ങനെ ആയാലാണ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കഴിയാൻ കഴിയുന്നത് എന്ന ബോധ്യമാണ് രാമായണത്തിൻ്റെ തത്വചിന്തയുടെ ആകത്തുക. നമുക്ക് രാമനെയും രാവണനെയും തന്നെ എടുക്കാം. രാവണൻ രാമനേക്കാൾ പല കാര്യങ്ങളിലും വളരെ മിടുക്കനാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാമൻ ക്ഷത്രിയനാണ്, രാവണൻ നല്ല ഒന്നാന്തരം വേദ അധികാരമുള്ള ബ്രാഹ്മണനാണ്. അഗ്നിഹോത്രിക്ക് അനുയോജ്യമാം വിധത്തിലുള്ള ചരമ ശുശ്രൂഷ രാവണന് നൽകണം എന്ന് നിർദ്ദേശിച്ചത് രാമനാണ്. അപ്പൊ അഗ്നിഹോത്രിയാണ്, അഗ്നിഹോത്രിയുടെ ഗാംഭീര്യമുള്ള ബ്രാഹ്മണനാണ് രാവണൻ. ഇനി 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഹൃദിസ്ഥമായിരുന്നു. 10 തല എന്ന് പറഞ്ഞാൽ ആ 10 തല എന്ന് പറയുന്നത് ഈ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളുമാണ്. ആ 10 തല എന്ന് പറഞ്ഞാൽ അനന്തമായ ബുദ്ധിശക്തിയും ഗ്രഹണശേഷിയും ഉള്ള ഒരാളാണ് രാവണൻ. പിന്നെ 20 കയ്യ്, 20 കയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമായ കർമ്മശേഷിയുണ്ട് രാവണന്. അങ്ങനെ 10 തലയും 20 കൈയും ഉള്ള അനന്തമായ ബുദ്ധിശക്തിയും അപാരമായ കർമ്മശേഷിയുമുണ്ട്. പരമസുന്ദരനായിരുന്നു, അത് മറക്കരുത്. നമ്മൾ ഈ ബാലക്കാരെ അവതരിപ്പിച്ചിരുന്ന 10 തലയുള്ള രാവണനെ കണ്ട് ശീലിച്ചുകൊണ്ട് നമുക്കൊരു പക്ഷേ സംശയം വരാവുന്ന കാര്യം, ഇദ്ദേഹം അല്ലല്ല വികൃത രൂപിയല്ല. എഴുത്തച്ഛൻ പോലും രാവണനെ യുദ്ധരംഗത്ത് കാണുമ്പോൾ യുദ്ധാണ്ഡത്തിൽ വിശേഷിപ്പിക്കുന്നത് നീലാദ്രി പോലെ നിശാചര നായകൻ എന്നാണ്. നീല സമുദ്രത്തെ പോലെ ഗാംഭീര്യവും സൗന്ദര്യവും ഒത്തിണങ്ങിയ രൂപമായിരുന്നു. വലിയ കലാകാരനായിരുന്നു. അദ്ദേഹത്തിന് സംഗീതത്തിൽ അപാരമായ വ്യുൽപ്പത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആകെ മത്സരിക്കാൻ, അദ്ദേഹത്തോട് സംഗീതത്തിൽ മത്സരിക്കാൻ കഴിയുന്ന ഒരാൾ നാരദനായിരുന്നത്രേ. രുദ്രവീണ എന്ന സംഗീത ഉപകരണത്തിൽ നാദബ്രഹ്മ ലയാനുഭൂതി ഉണ്ടാക്കാനുള്ള അസാമാന്യമായ കരവിരുതും രാവണനുണ്ടായിരുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. ഇതോടൊപ്പം വലിയ നർത്തകനായിരുന്നു. രാവണന്റെ സീതയെ തേടി ലങ്കയിലെത്തിയ ഹനുമാൻ ലങ്കാനഗരം മുഴുവൻ രാത്രി ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കെ നർത്തനശാലയിൽ അപ്സരസുകളേക്കാൾ സുന്ദരികളായ നർത്തകിമാർക്കൊപ്പം നൃത്തം ചെയ്ത് തളർന്നു കിടന്നുറങ്ങുന്ന രാവണന്റെ ഒരു ചിത്രം വാൽമീകി വർണ്ണിച്ചിട്ടുണ്ട്. ഇനി അവിടം കൊണ്ട് തീരുന്നില്ല. വലിയ കവിയായിരുന്നു. അപ്പൊ എന്തെല്ലാം അപാരമായ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. രാമനാണെങ്കിൽ ഈ പറഞ്ഞ കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം രാമൻ ക്ഷത്രിയനായിരുന്നു. അപ്പൊ യാഗം ചെയ്യണം എന്നുണ്ടെങ്കിൽ ബ്രാഹ്മണന്റെ സഹായം വേണം. രാമൻ ഒരു മൂളിപ്പാട്ട് പാടിയതായി സീത പോലും അനുസ്മരിച്ചിട്ടില്ല. പടുപാട്ടൊന്ന് പാടാത്ത കഴുതയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്, അങ്ങനെ ഒരാളുണ്ട്, അത് രാമനാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇതുവരെ പാടിയിട്ടില്ല. രാമന് നൃത്തം ചെയ്യാനറിയില്ല, സംഗീതത്തിൽ വ്യുൽപ്പത്തിയില്ല, ഈ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും അഭ്യസിച്ചിട്ടില്ല. രാവണനോളം അനന്തമായ ബുദ്ധിശക്തിയും കർമ്മശേഷിയും ഒന്നുമില്ല. പക്ഷെ ഇവർ തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, രാവണൻ എല്ലാം നേടാൻ മാത്രം പഠിക്കുകയും നേടിയതെല്ലാം തനിക്ക് വേണ്ടി മാത്രമായി സംരക്ഷിച്ച് സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ്. രാമൻ
അദ്ദേഹത്തിന് വേണ്ടി എന്നല്ല വേണ്ടി യാതൊന്നും നേടിയിട്ടില്ല, സംരക്ഷിച്ചിട്ടില്ല, സൂക്ഷിച്ചിട്ടില്ല. ലോകത്തെ മുഴുവൻ തനിക്ക് വേണം എന്ന ദുശാഠ്യക്കാരനായിരുന്നു രാവണൻ. ലോകത്തെ എവിടെ എന്ത് സുന്ദരമായി മനോഹരമായി കാണുന്നുണ്ടോ, ലോകത്തിലെ എല്ലാ സൗന്ദര്യങ്ങളും എല്ലാ മനോഹാരിതകളും ലങ്കയിലുണ്ടാകണമെന്ന ദുർവാശി ഉണ്ടായിരുന്നു. ലങ്കയിലുണ്ടാകണം എന്ന് പറഞ്ഞാൽ തനിക്കുണ്ടാകണം എന്നാണ്. അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും അതിസുന്ദരിയായ ഒരു സ്ത്രീയുണ്ട്, അത് സീത എന്നാണ്. ആ സീതയെ കിട്ടിയില്ലെങ്കിൽ നിന്റെ ജീവിതം ദുസ്സഹമായി പോകും എന്ന വളരെ തെറ്റായ ഒരു സന്ദേശം അദ്ദേഹത്തിൻ്റെ സഹോദരിയായ ശൂർപ്പണഖ രാവണനിൽ ഉണ്ടാക്കിയപ്പോഴാണ് സീതയെ അന്വേഷിച്ചു പോകുന്നതും സീത വിസമ്മതിപ്പിച്ചപ്പോൾ ബലാത്കാരനെ പിടിച്ചുകൊണ്ടുവന്ന് ലങ്കയിലിരുത്തിയതും. അപ്പം ലോകത്തിലെ സൗന്ദര്യവും ലോകത്തിലെ സമ്പത്തും, ലങ്ക അപാര സമ്പത്തുണ്ടായിരുന്ന നഗരമാണ്. വൈശ്രവണവനേക്കാൾ സമ്പത്തുണ്ടായിരുന്നു ലങ്കയ്ക്ക്. ലങ്കാധിപൻ എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തിലെ അന്നുണ്ടായിരുന്ന രാജാക്കന്മാരെല്ലാം ഭയപ്പെട്ടിരുന്ന ചക്രവർത്തിയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള രാവണൻ തനിക്ക് അധീനമാകില്ല ഒരു കാര്യം എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ബോധപൂർവം ശക്തി ഉപയോഗിച്ച് ബലാത്കാരേണ പിടിച്ച് എടുത്തു കൊണ്ടുവന്ന് വെക്കുന്ന ഒരു രീതിയുണ്ട്. നേരെ തിരിച്ചാണ് രാമൻ രാജ്യം ഉപേക്ഷിച്ചു, രാമൻ സീതയെ ഉപേക്ഷിച്ചു, രാമൻ ലക്ഷ്മണനെയും ഉപേക്ഷിച്ചു. അവസാനം തന്നെയും ത്യജിക്കാൻ രാവണന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. യുദ്ധത്തിൽ എല്ലാവരും തൊട്ട് മക്കളും മരുമക്കളും ചെറുമക്കളും ബന്ധുക്കളും ഒക്കെ മരിച്ചു കഴിയുമ്പോൾ മണ്ഡോദരി ചെന്ന് രാവണനോട് പറയുന്നുണ്ട്, ഇനി എന്തിനാണ് ഈ രാജ്യം, എല്ലാം പോയി കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ആരുണ്ട്? ഒരു കാര്യം ചെയ്, നിങ്ങൾ ദയവായി ആ സീതയെ രാമന് കൊടുത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറയുമ്പോൾ രാവണൻ മണ്ഡോദരി അദ്ദേഹത്തിൻ്റെ ധർമ്മപത്താരത്തോട് പറയുന്നത്, ഞാൻ മരിക്കുകയാണെങ്കിൽ അവളെയും കൊന്നിട്ട് എൻ്റെ ചിതയിലിട്ടേക്കാനാണ്. ഇതാണ് രാവണൻ. അപ്പം ലോകം മുഴുവൻ തനിക്ക് വേണ്ടി സംഭരിച്ചു വെക്കുന്നതാണ് ഉദാത്തം എന്ന് കരുതുന്ന ഒരു ലോക സംസ്കാരത്തിൻ്റെ ഉടമയാണ് രാവണൻ. ലോകത്തെ ത്യജിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാമെന്ന് കാണിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് രാമൻ. അപ്പം രാമനും രാവണനും എന്ന് പറഞ്ഞാൽ ഒന്ന് ഭോഗത്തിൻ്റെയും, ഭോഗം എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ തനിക്ക് വേണ്ടി. ലോകം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അധികാരം, പണം, പദവി, യശസ്, ഇതൊക്കെ തനിക്ക് വേണ്ടി മാത്രമായി സംഭരിച്ച് സൂക്ഷിക്കുക. എത്ര കാലം ഞാൻ പ്രസിഡന്റ് ആകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിക്കുവോളം എന്നാണ്. ഇപ്പം ചൈനയുടെ പ്രസിഡന്റ് അങ്ങനെ ഒരു നിയമം തന്നെ ആ രാജ്യത്തുണ്ടാക്കി. അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹമായിരിക്കും പ്രസിഡന്റ്, അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായിരിക്കും രാജ്യത്തിൻ്റെ നിയമം. അദ്ദേഹം ഈയിടെ ഉണ്ടാക്കിയതാണ്. അത് രാവണ രൂപത്തിൻ്റെ പ്രതീകമാണ്. ലോകം മുഴുവൻ തനിക്ക് വേണ്ടി, തൻ്റെ വിശ്വാസത്തിന് വേണ്ടി, തൻ്റെ മതത്തിന് വേണ്ടി, തൻ്റെ തത്വശാസ്ത്രത്തിന് വേണ്ടി നിലകൊള്ളണമെന്നും ലോകത്തെല്ലായിടത്തും ഇത് പരക്കണമെന്നും എപ്പോഴാഗ്രഹിക്കുന്നുവോ അപ്പോഴെല്ലാം നാം കണ്ടുമുട്ടുന്നത് രാവണനെയാണ്. അപ്പം ലോകത്തിൻ്റെ മുന്നിൽ ഈ രാവണ രൂപത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ഇങ്ങനെ അല്ലാത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതം ത്യാഗത്തിൻ്റെതാണ്. അത് അധികാരത്തിൻ്റെ ത്യാഗം, സമ്പത്തിൻ്റെ ത്യാഗം, ബന്ധുബലത്തിൻ്റെ ത്യാഗം, പദവികളുടെയും യശസ്സിൻ്റെയും ഒക്കെ ത്യാഗം. ആ ത്യാഗത്തിനാണ് മറ്റെന്തിനേക്കാളും പ്രാമുഖ്യം എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് ഇന്ത്യക്ക് രാമനെന്നും, അതുകൊണ്ട് ലോകത്തിന് ഭാരതത്തെ കാണണമെങ്കിൽ അത് രാമനിലൂടെയാണ് കാണേണ്ടത് എന്നും ഗാന്ധിജി പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. വെറുതെ അല്ല പറഞ്ഞത്, ഇതാണ്. അതുകൊണ്ടാണ് ലോകത്തൊരിടത്തും മറ്റ് അനേകം മതങ്ങൾ ആവിഷ്കരിച്ചു, അനേകം സാമ്രാജ്യങ്ങളുണ്ടായി.
ഈ സാമ്രാജ്യങ്ങളും ഈ മതങ്ങൾ വിശേഷിച്ചും അത് ക്രൈസ്തവ മതമായാലും കൊള്ളാം, ഇസ്ലാം മതമായാലും കൊള്ളാം, ഈ പ്രവാചക മതങ്ങൾ ലോകത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി മത്സരിച്ചിറങ്ങുകയും ലോകത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്തപ്പോൾ അതിന് മുതിരാതിരുന്ന ഒരേ ഒരു സംസ്കാരം ഭാരതത്തിൻ്റേതാണ് എന്ന കാര്യം നാം മറക്കരുത്. ഭാരതം ലോകത്ത് എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തെയോ അവിടുത്തെ ജനങ്ങളെയോ ബലാത്കാരേണ പിടിച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ മതം സ്വീകരിക്കൂ എന്ന് പറഞ്ഞ ഒരു രീതിയില്ല. ഇതാ നിങ്ങൾ ഞങ്ങളുടെ രീതിയിൽ വരണം എന്ന് പറഞ്ഞ ഒരു സംവിധാനമില്ല. ഇതാ ഈ ലോകത്തിൻ്റെ മുഴുവൻ സമ്പത്ത് ഞങ്ങളുടേതാകണം എന്ന് പറഞ്ഞ ഒരു സംവിധാനമില്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഭോഗത്തിൻ്റെ ജീവിത രീതിയിൽ നിന്നും വ്യത്യസ്തമായി ത്യാഗത്തിൻ്റെ ജീവിത രീതി, ആ ത്യാഗസുരഭിലമായ ജീവിത രീതിയാണ് ഭാരതീയ ദർശനത്തിൻ്റെ ഏറ്റവും അടിത്തറ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ രാമായണത്തെ നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ആധാര ഗ്രന്ഥമായി സൂക്ഷിക്കുന്നത്. ആ രാമായണത്തിൻ്റെ സംസ്കാരം ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയിൽ രാമായണമില്ലാത്ത ഒരു പ്രദേശവും ഇല്ല. എല്ലാ സ്ഥലത്തും രാമായണമുണ്ട്. എല്ലാ ഭാഷകളിലും രാമായണമുണ്ട്. ലിപികളില്ലാത്ത ഭാഷകളിൽ വാങ്മയ രൂപത്തിൽ അവരുടേതായ ഒരു രാമായണമുണ്ട്. ഓരോ ജനവിഭാഗങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഈ രാമായണത്തെ അവരുടെ സംസ്കാരത്തിൻ്റെയും കലയുടെയും ഭാഗമായി അംഗീകരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ രാമസംസ്കാരത്തെ നമുക്ക് ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താം. തീരെ ഹരിയായി ജനിച്ച രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. സരയൂ സുത ഹരി രാമ 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 തിരുനാമം അത്യാനന്ദം അത്യാനന്ദം. രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. കൗസല്യ ജനനി തന്നുടെ സ്തന്യം പാനം ചെയ്യും രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. കൗസല്യ സുത ഹരി രാമ 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 തിരുനാമം അത്യാനന്ദം അത്യാനന്ദം. രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. ദശരഥൻ തന്നുടെ മടിയിൽ കളിക്കും രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. ദശരഥ സുത ഹരി രാമ 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 തിരുനാമം അത്യാനന്ദം അത്യാനന്ദം. രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. വസിഷ്ഠ മഹർഷി വിശ്വാമിത്രൻ മുതലിയ മുനിമാർ നിത്യം വാഴ്ത്തും രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. ഋഷിഗണ പൂജിത രാമ 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 തിരുനാമം അത്യാനന്ദം അത്യാനന്ദം. രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. ഭരത ലക്ഷ്മണ ശത്രുഘ്ന സഹിതം നരനായി വാഴും രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. ഭരതാദി സേവിത രാമ 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 തിരുനാമം അത്യാനന്ദം അത്യാനന്ദം. രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. മൈഥിലി തന്നുടെ ശിവഹരി ചാപം തുണ്ടുകളാക്കിയ രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. മൈഥിലി തന്നുടെ നാഥ രാമ 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 തിരുനാമം അത്യാനന്ദം അത്യാനന്ദം. രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. മാമുനിമാരുടെ രക്ഷാർത്ഥം ഭൂമിയിൽ വാഴും ദേവനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. മാമുനി മന്ത്രിത രാമ 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 തിരുനാമം അത്യാനന്ദം അത്യാനന്ദം. രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. അച്ഛൻ തന്നുടെ സത്യം വാഴ്ത്താൻ പച്ചക്കാടു പൂകിയ രാമനെ നമ്മളും കണ്ടു കൂപ്പി തൊഴാം. അച്യുത രാമ ഹരിഹര രാമ രാമ തിരുനാമം അത്യാനന്ദം അത്യാനന്ദം. രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. ഗുഹൻ തന്നുടെ തോണിയിൽ കയറി അമ്മയാകും സീതയോടെ ആദിശേഷൻ അനുജനോടെ ഗംഗ കടക്കും രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. ഗുഹരാജമന്ത്രിത രാമ 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 തിരുനാമം അത്യാനന്ദം അത്യാനന്ദം. രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം.
സരയൂ തീരെ ഹരിയായി ജനിച്ച രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. സരയൂ സുത ഹരി രാമ 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 രാമത്തിരുനാമം അത്യാനന്ദം അത്യാനന്ദം. രാമനെ കണ്ടു നമ്മളും കൈകൾ കൂപ്പി തൊഴാം. നമുക്കറിയാമല്ലോ, കാവ്യ ഭക്തി തത്വപ്രധാനങ്ങളാണ് ഭാരതീയ പൗരാണിക ഗ്രന്ഥങ്ങളെല്ലാം തന്നെ. എന്നാൽ ശാസ്ത്ര വിഷയത്തിലും അത്രയും തന്നെ പ്രധാനമാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ. ശാസ്ത്ര ചിന്തകളിലേക്ക്, നമ്മുടെ ഈ പൗരാണിക ഗ്രന്ഥങ്ങളിലെ ശാസ്ത്ര ചിന്തകളിലേക്ക് നമ്മെ നയിക്കാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ഡോക്ടർ അനിൽ അഥവാ വെൺമണി ഭവദാസ് അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് തന്റെ ഭാഷണത്തിനായി സസ്നേഹം ആദരവോടുകൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. രാമായണ കഥാരസത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കർക്കടക മാസം പഞ്ഞമാസമാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ആദർശപുരുഷനായ ശ്രീരാമൻ പകർന്നു തന്നതായ വാൽമീകി നിർദ്ദേശിച്ചതായ ആ വിദ്യയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കർക്കടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കാനുള്ള നിർദ്ദേശം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ രാമരസത്തെ വേണ്ടും വണ്ണം നമുക്ക് പാനം ചെയ്യാൻ സാധിക്കണം. പിബരേ രാമരസം എന്നുള്ളതായ ആ കീർത്തനം രാമരസത്തിൻ്റെ മാധുരി എത്രണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഇന്നിപ്പോൾ ഇവിടെ ചിന്തിക്കുന്നത് ഈ രാമായണത്തിലൂടെ വാൽമീകി നമുക്ക് പകർന്നു തന്നതായ ശാസ്ത്രത്തിൻ്റെ ഗാംഭീര്യം എത്രയ്ക്കുണ്ട് എന്നുള്ളതാണ്. ശാസ്ത്രം എന്നുള്ള വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ശാസനാത്രായതേ ഇതി ശാസ്ത്ര, അനുശാസിക്കുന്നത്, നിർദ്ദേശിക്കുന്നത് എന്താണോ അതാണ് ശാസ്ത്രം. ഭാരതീയ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഭൗതികമായ അഭിവൃദ്ധിക്ക് അപ്പുറത്ത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ 4 പുരുഷാർത്ഥങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഉപദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാമകഥ പറഞ്ഞതായ വാൽമീകി തപസ് ചെയ്ത് ആന്തരികമായ ശുദ്ധി വരുത്തി രാമരാമ എന്നുള്ളതായ മന്ത്രജപത്തിലൂടെ തൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ആദർശപുരുഷനായ രാമനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരുന്നു. ആ രാമൻ്റെ ജീവിതത്തെ പോലെ നമ്മളും ധാർമ്മികപരന്മാരായിട്ട് ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ളതായ നിർദ്ദേശം നൽകുന്നു. ഇതാണ് ധാർമ്മികമായിട്ടുള്ള ശാസ്ത്രസങ്കല്പം. വാൽമീകിയുടെ ശാസ്ത്രസങ്കല്പം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്, രാമോ വിഗ്രഹവാൻ ധർമ്മ. ധർമ്മത്തിനൊരു സ്വരൂപം എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അത് സാക്ഷാൽ ശ്രീരാമൻ തന്നെയാണ് എന്ന് അദ്ദേഹം പല ദിക്കിലും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആ ധാർമ്മികമായ മാർഗം ജനങ്ങൾ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്നിക്കൊണ്ടാണ് വാൽമീകി തൻ്റെ രാമായണ കഥ പറഞ്ഞ് തുടങ്ങിയത്. കേവലം 16 ഗുണങ്ങളോട് കൂടിയ ഒരു വ്യക്തി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ 16 അല്ല 96 ഗുണങ്ങളോട് കൂടിയതായ രാമനെയാണ് അവിടെ ആദ്യം നമുക്ക് കാണിച്ചു തരുന്നത്. ആ രാമൻ്റെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള നിരവധി ഘടകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതൊക്കെ ശാസ്ത്രം എന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ളതായ ശാസ്ത്രം രാമായണത്തിൽ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. സീതാന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ സമ്പാദി, ആ സമ്പാദിയുടെ അടുക്കൽ എത്തിച്ചേർന്നതായ കവികളോട് സമ്പാദി പറയുന്നുണ്ട്, ഇതാ സീത ഇപ്പോൾ ആ രാവണ രാജ്യധാനിയിൽ അല്ലെങ്കിൽ ശ്രീലങ്കയിൽ ഇരിക്കുന്നുണ്ട്, അശോകവനിയുടെ ചോട്ടിലിരിക്കുന്നുണ്ട്, ഞാനിതാ ഇവിടെ നിന്ന് തന്നെ ആ സീതയെ കാണുന്നു എന്നുള്ളത്. ഭാരതീയ സിദ്ധാന്തമനുസരിച്ച് ചക്ഷുഷ്മതി എന്ന് പറയുന്ന ആ വിദ്യ രാമായണത്തിലൂടെ വ്യംഗ്യമായിട്ട്
ഇതാ വാൽമീകി മഹർഷി നമുക്ക് സൂചിപ്പിച്ചു തരുന്നു. ഇതേപോലെ തന്നെ ഇന്ദ്രജിത്തിൻ്റെ ആയുധമേറ്റ് മൂർച്ഛിച്ചതായ ലക്ഷ്മണനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ലക്ഷ്മണനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജാമ്പവാനാൽ നിർദ്ദേശിക്കപ്പെട്ടതായ ഹനുമാൻ ഇതാ കൈലാസ ശിഖരത്തിലുള്ളതായ ഓഷധി പർവ്വതം അവിടെ ചെന്ന് മൃതസഞ്ജീവനി, ശല്യകരണി തുടങ്ങിയിട്ടുള്ളതായ മരുന്നുകളെക്കുറിച്ചിട്ടുള്ളതായ നിർദ്ദേശങ്ങൾ, സന്ധാനകരണി തുടങ്ങിയിട്ടുള്ളതായ മരുന്നുകളെക്കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ വാൽമീകിയുടെ രാമായണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആയുധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ കാരിരുമ്പ് കൊണ്ടും അതേപോലെ തന്നെ ചെമ്പ് തുടങ്ങിയിട്ടുള്ളതായ ലോഹങ്ങളെ കൊണ്ടും ഉള്ളതായ ആയുധങ്ങളെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. കാർഷ്ണായസം കൊണ്ട് ഉണ്ടാക്കിയതായ ഈ ആയുധങ്ങൾ എടുക്കൂ എന്ന് പറഞ്ഞ് ഇതാ യുദ്ധത്തിനായി ഒരുങ്ങുന്ന നേരത്ത് ആ കാർഷ്ണായസം എന്നുള്ളതായ ശബ്ദം, കാരിരുമ്പ് അന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് രാമായണത്തിലൂടെ സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹനുമാൻ ലങ്കയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, സീതാന്വേഷണത്തിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ആ സമുദ്രത്തെ മധ്യത്തിൽ വച്ചിട്ട് അദ്ദേഹം 4 കൊമ്പുകളോടുകൂടിയതായ ആനകളെ കാണുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. നമുക്ക് കഥകളിൽ അറിയാം, ഐരാവതം എന്നുള്ള ദേവേന്ദ്രൻ്റെ ആനയ്ക്കാണ് 4 കൊമ്പുകൾ ഉള്ളതായിട്ട്. പക്ഷെ അക്കാലത്ത് ആനയ്ക്ക് 4 കൊമ്പുണ്ടായിരുന്നു അറിയില്ല. ജൈനന്മാർ അവരുടെ ശാസ്ത്രമനുസരിച്ച് ആനകളെ 13 തരത്തിൽ തരംതിരിക്കുന്നുണ്ട്. പ്രജനനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവരുടെ ആ തരംതിരിവ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഹസ്തി എന്ന് പറഞ്ഞാൽ ഒന്ന്, കരിണി എന്ന് പറഞ്ഞാൽ വേറൊന്ന്, ഇഭം എന്ന് പറഞ്ഞാൽ വേറൊന്ന്. അപ്പോൾ ആ ശബ്ദത്തിനനുസരിച്ച് ഇവയുടെ സ്വഭാവം പ്രതിപാദിക്കുന്ന ഒരു സമ്പ്രദായം അക്കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 4 കൊമ്പുണ്ടായിരുന്ന ആന ഉണ്ടായോ ഇല്ലയോ എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായ ഒരു സത്യമാണ്. ചിലപ്പോൾ ഇത് വെറും ഒരു പ്രതീകാത്മകമായ നിർദ്ദേശം മാത്രമാവാം. ചിലപ്പോൾ ഭൂമുഖത്ത് എത്രയോ വലിയ ജന്തുക്കളുണ്ടായിരുന്നു. ആ ജന്തുക്കളെ പോലെ 4 കൊമ്പുണ്ടായിരുന്ന ഒരു ആന എന്നുള്ളതായ ആ വാൽമീകിയുടെ സങ്കല്പം ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കാം. ശാസ്ത്രാന്വേഷകർ അത് തേടി കണ്ടെത്തട്ടെ. വാൽമീകി രാമായണത്തിൽ രാമൻ്റെ അഭിഷേകവേളയിൽ ഭരതനും ശത്രുഘ്നനും ഇവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ അമ്മയുടെ ദേശത്ത്, കേകയ ദേശത്തായിരുന്നു, അമ്മാവനോടൊപ്പമായിരുന്നു. അങ്ങനെ അവർ തിരിച്ചു പോരുന്ന നേരത്ത്, ആ തിരിച്ചു പോരുന്ന വഴിയെ വർണ്ണിക്കുന്ന സമയത്ത് ആ വഴിയിൽ വച്ച് അവർ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടതായ പ്രദേശങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അതേപോലെ അവിടെ രോമക്കുപ്പായം അണിഞ്ഞതായ ആൾക്കാരെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഇടയിലാണ് ഈ കേകയ ദേശം എന്നുള്ളത്. അപ്പോൾ ആ വരുന്ന വഴിയിൽ മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുന്നതായ വഴികളെക്കുറിച്ചിട്ടുള്ളതായ നിർദ്ദേശങ്ങൾ നമുക്ക് രാമായണത്തിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നു. അതേപോലെ തന്നെ രോമക്കുപ്പായം, ആ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി രോമക്കുപ്പായം അണിഞ്ഞതായ വ്യക്തികളെക്കുറിച്ചും രാമായണത്തിൽ നിർദ്ദേശം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ പുഷ്പക വിമാനത്തെക്കുറിച്ച് നമുക്കറിയാം. വിമാന സങ്കല്പം ഭാരതീയരുടെ പഴയ കാലം തൊട്ട് തന്നെ ഉള്ളതാണ്. ഭരദ്വാജൻ്റെ വൈമാനിക ശാസ്ത്രം പ്രസിദ്ധമായിട്ടുള്ളതാണ്. രാമായണത്തിൽ ഇവിടെ ഈ പുഷ്പക വിമാനത്തോട് അഭിസംബോധന ചെയ്യുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറയണത് ഹേ വിമാനശ്രേഷ്ഠ എന്നുള്ളതാണ്. വിമാനങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളെ എന്നുള്ളതാണ്. അപ്പോൾ വിമാനങ്ങളിൽ ശ്രേഷ്ഠനാവണച്ചാൽ എന്ത് വേണം? അതല്ലാത്ത വിമാനങ്ങളും അക്കാലത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് നിരൂപണം ചെയ്യാൻ സാധിക്കുന്നു. പലതരത്തിലുള്ളതായ വിമാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർണം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായ വിമാനം, രുക്മ വിമാനം എന്നുള്ളത്. അതേപോലെ തന്നെ ത്രിപുര വിമാനം, 3 തട്ടായിട്ടുള്ളതായ വിമാനം. അതേപോലെ ശകുന വിമാനം തുടങ്ങിയിട്ടുള്ളതായ നിരവധി വിമാനങ്ങളെക്കുറിച്ച് ഭരദ്വാജൻ്റെ ആ വൈമാനിക ശാസ്ത്രത്തിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആ വൈമാനിക നിർമ്മാണ പദ്ധതിയും അല്ലെങ്കിൽ വൈമാനിക ശാസ്ത്രത്തിൻ്റേതായ ഒരു വളർച്ചയും ഭാരതത്തിൽ അക്കാലത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നിരൂപിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ
തന്ത്രശാസ്ത്രത്തിൻ്റേതായിട്ടുള്ള സംഭാവനകൾ നമുക്ക് രാമായണത്തിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. താന്ത്രികമായ സാധനയുടെ മഹത്വം എന്തായെന്ന് വാക്കുകളിലൂടെ വ്യംഗ്യമായിട്ട് ഇതാ രാമൻ വാൽമീകി തൻ്റെ രാമായണത്തിൽ ബോധിപ്പിച്ചു തരുന്നു. വാൽമീകി രാമായണത്തിൽ പ്രകൃതിയുടെ അന്യാദൃശമായ ഭംഗിയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളുടെ അറിവിൽ കാളിദാസൻ എഴുതിയ ഋതുസംഹാരമാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. ഈ കാളിദാസന് പോലും എന്തെന്നില്ലാത്തതായ ആഭിമുഖ്യം തോന്നുന്ന രീതിയിൽ രാമായണത്തിൽ ഈ പ്രകൃതിയെക്കുറിച്ച്, ഋതുക്കളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. വസന്തത്തിൽ ആ പമ്പാതടത്തിൻ്റെ മാധുര്യത്തെക്കുറിച്ച്, ആ സൗന്ദര്യത്തെക്കുറിച്ച് അവിടെ വാൽമീകി വിസ്തരിച്ച് എഴുതി കാണിച്ചു തരുന്നു. അങ്ങനെ ഓരോരോ ഋതുക്കളിലും ഈ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ സൂചിപ്പിച്ചു തരുമ്പോൾ കാലാവസ്ഥാ ശാസ്ത്രക്കാർക്ക് അത് പുതിയ ഒരു മാനമാണ്. കാലാവസ്ഥ ഏതൊക്കെ തരത്തിൽ അക്കാലത്ത് നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ അവർക്കൊരു ചൂണ്ടുപലകയാണ് ഈ രാമായണം എന്ന് നമുക്ക് സങ്കല്പിക്കാം. അതുമാത്രമല്ല, ഈ പ്രകൃതി, ആ പ്രകൃതിയിലെ മരങ്ങൾ, ഇതേപോലെ പക്ഷികൾ, ഇവരെല്ലാം സംസാരിക്കുന്നതായിട്ട് നമുക്കതിൽ കാണാൻ സാധിക്കുന്നു. അതിലൂടെ വാൽമീകി കാണിച്ചു തരുന്നത് പ്രകൃതിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും ആശയങ്ങൾ വ്യംഗ്യമായിട്ടോ വ്യക്തമായിട്ടോ ബോധിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന്. അവരുടെ വാക്കുകൾ മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ടായിരുന്നു. ഇന്നത് എവിടെയോ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കാരണം സമ്പാദിയുടെയും ജടായുവിൻ്റെയും വാക്കുകൾ ഒരു പക്ഷിയുടെ വാക്കാണ്. ആ പക്ഷികളുടെ വാക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ടായിരുന്നു എന്ന് നമുക്ക് രാമായണത്തിലൂടെ ഊഹിച്ചെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഋഷ്യശൃംഖനെ മഴ പെയ്യിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ട് പണ്ട് മഴ പെയ്തിട്ടുണ്ട്. അതിനാൽ ഋഷ്യശൃംഖനെ വരുത്തിയാൽ ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഋഷ്യശൃംഖനെ മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ പ്രകൃതിക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതായ ബോധം ഈ ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ പ്രകൃതിക്ക് ഉണ്ടാകേണ്ടതായ ആ സ്വാഭാവികമായിട്ടുള്ള ഗതി, അതിലെ സജ്ജനങ്ങളുടെ കാരുണ്യം കൊണ്ട് ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം രാമായണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതേപോലെ തന്നെ വിശ്വാമിത്രൻ രാമന് ഉപദേശിച്ചു കൊടുക്കുന്നതായ 2 മന്ത്രങ്ങൾ, അല്ലെങ്കിൽ രാമനും ലക്ഷ്മണനും ഉപദേശിച്ചു കൊടുക്കുന്ന 2 മന്ത്രങ്ങൾ യാഗരക്ഷയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ കുട്ടികൾ പറയുന്നു, വിശന്നിട്ട് വയ്യ, ദാഹം നല്ലോണമുണ്ട് മഹർഷി. അപ്പോൾ അദ്ദേഹം അവിടെ 2 മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു, ബല അതിബല എന്ന് പറഞ്ഞ്. അപ്പോൾ മന്ത്രജപം കൊണ്ട് വിശപ്പിനെയും ദാഹത്തെയും മാറ്റാൻ സാധിക്കുമോ? അല്ലെങ്കിൽ വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് വളരെ കാലത്തെ ജീവിതം കൊണ്ടു നടക്കാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ളതായ ശാസ്ത്ര അന്വേഷണത്തിന് ചൂണ്ടുപലകയായിട്ട് ബല അതിബല എന്താ ചോദിച്ചാൽ ആയുർവേദക്കാർ പറയും കുറുന്തോട്ടി എന്നൊക്കെയാണ്. അപ്പോൾ ആ കുറുന്തോട്ടിയുടെ ഒരു വിശാലമായിട്ടുള്ള പ്രയോഗ സാധ്യതകളെക്കുറിച്ച്, ഭാരതീയ സസ്യശാസ്ത്രത്തിൻ്റെ പ്രയോഗ സാധ്യതകളെക്കുറിച്ച് രാമായണം വെളിച്ചം വീശുന്നുണ്ട്. അതേപോലെ തന്നെ ചിന്തിക്കാവുന്ന മറ്റൊരു വിഷയം ഹനുമാൻ ലങ്കാനഗരിയെ കത്തിച്ച് ചാമ്പലാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ്റെ വാലിൽ തുണിയൊക്കെ ചുറ്റി എണ്ണയൊഴിച്ച് തീ കൊടുത്തുമ്പോൾ ഹനുമാന് പക്ഷേ ആ തീയിൻ്റെ ചൂട് ഒട്ടും അനുഭവിക്കാൻ ഇടവന്നില്ല. സീതയുടെ ധ്യാനത്തിൻ്റെയും ആ പാതിവ്രത്യത്തിൻ്റെയും ശക്തി കൊണ്ടാണ് ഹനുമാൻ്റെ വാലിനെ ചൂട് അനുഭവിക്കാൻ ഇടവരാഞ്ഞത് എന്ന് പൗരാണികന്മാർ അല്ലെങ്കിൽ മുത്തശ്ശിമാരെല്ലാം കഥയിലൂടെ പറഞ്ഞു തരുന്നു. പക്ഷേ അതിൻ്റെയും അപ്പുറത്ത് ചുഴിഞ്ഞ് ചിന്തിച്ചാൽ ഈ അഗ്നിബാധ ഇല്ലാതെ കണ്ടിരിക്കാൻ എന്തോ ഒരു മന്ത്രജപത്തിൻ്റേതായ സാന്നിധ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേപനത്തിൻ്റെതായ ഒരു സാന്നിധ്യമോ അന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വിഷയമാണ്. അതേപോലെ തന്നെ ലങ്കയിലേക്ക് ഉള്ളതായ പാലം നിർമ്മാണം, ആദാമിൻ്റെ പാലം എന്നൊക്കെയാണ് അതിന് പേര് പറയണത്. ആ രാമസേതുവിന് 30 കിലോമീറ്ററോളം നീളമുള്ളതായ ആ സേതു നിർമ്മാണത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായ ശില ഇന്നും ശാസ്ത്രത്തിന് മനസ്സിലാക്കാത്ത തരത്തിൽ അവിടെ രാമേശ്വരത്തെ അമ്പലത്തിൽ ഇത് പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായ ഒരു ശില എന്നുള്ളതായ സങ്കല്പം നമുക്ക് അത്ഭുതത്തെ പകർന്നു നൽകുന്ന ഒന്നാണ്. രാമാവതാരത്തിൻ്റെ വിഘ്നമുണ്ടാവുന്ന സമയത്ത്
അതേപോലെ തന്നെ പല സന്ദർഭങ്ങളിലും ദുസ്സൂചനകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അഭിഷേക വിഘ്നം വരുന്ന സമയത്ത് അവിടെ ഗ്രഹങ്ങളുടെ യോഗം ഒരു വളരെ മോശമായിട്ടുള്ള യോഗമുണ്ട്. എന്തുകൊണ്ടാണ് ആ സമയത്ത് ആ രാമാഭിഷേകം വച്ചത്? അത് ബാധിക്കാൻ ഇടയില്ലേ എന്നുള്ളതായ നിരവധി ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വയുടെ തീക്ഷ്ണമായിട്ടുള്ള ദോഷം അവിടെയുണ്ട് എന്ന് സൂചിപ്പിക്കുമ്പോൾ ഗ്രഹങ്ങളുടെ ഗതി ഏത് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രഹങ്ങളെക്കുറിച്ചിട്ടുള്ളതായ വിജ്ഞാനം, ഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമല്ല ഗ്രഹണത്തെക്കുറിച്ചിട്ടുള്ളതായ വിജ്ഞാനവും രാമായണത്തിലുണ്ട്. ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നതായൊരു സമയത്ത് വലിയൊരു സൂര്യഗ്രഹണം നടക്കുന്നതായിട്ടുള്ള വർണ്ണന അവിടെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതായ ഗ്രഹണങ്ങൾ ഏത് കാലത്ത് എങ്ങനെ നടന്നു എന്നുള്ളതായ ശാസ്ത്രത്തിൻ്റെ പഠനത്തിലൂടെ പണ്ടുള്ള ആചാര്യന്മാർ രാമായണം എന്നുള്ളത് ഒരു കെട്ടുകഥയല്ല, മറിച്ച് ശാസ്ത്ര സത്യമാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ നോക്കുമ്പോൾ രാമായണത്തിലൂടെ രാമായണത്തിൻ്റെ കഥയിലൂടെ രാമൻ എന്നുള്ളതായ നായകനിലൂടെ നമുക്ക് വാൽമീകി പകർന്നു തന്നതായ സത്യം എന്ത് എന്ന് ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതാണ്. ധാർമ്മികമായ പുരുഷനായി, ലോകത്തിൻ്റെ നന്മയെ ആഗ്രഹിക്കുന്നവനായി, സ്വന്തം ജന്മഭൂമിയുടെ മഹത്വത്തിന് വേണ്ടിയിട്ട്, ആ യശസ്സിന് വേണ്ടിയിട്ട്, അതിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടിയിട്ട് അശ്രാന്തം പരിശ്രമിക്കണം എന്ന് സ്വന്തം ജീവിതത്തെ കൊണ്ട് ബോധിപ്പിച്ചതായ ആദർശ പുരുഷനായ വാൽമീകിയുടെ രാമൻ എന്താണ് നമ്മളെ പഠിപ്പിക്കാത്തത്? അച്ഛൻ്റെയും അമ്മയുടെയും വാക്ക് കേട്ട് അവരെ സ്നേഹിച്ച് സൗഹാർദ്ദത്തോടുകൂടി സൗഭ്രാത്രത്തോടു കൂടിയിട്ട് ഉത്തമമായ ഒരു ജീവിതം, ശാന്തമായ ഒരു ജീവിതം നയിക്കണം എന്നുള്ളതായ ഭാരതീയരുടെ കുടുംബ സങ്കല്പത്തിൻ്റെ, ഉദാത്തമായ ആ സങ്കല്പത്തിൻ്റെ ഒരു പുരുഷനാണ്, ഒരു പ്രതീകമാണ് സാക്ഷാൽ ശ്രീരാമൻ എന്നുള്ളത്. സീതയെ രാമൻ ഉപേക്ഷിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ രാമായണത്തിൽ സീത ഒരിക്കലും പരിഭവം പറയുന്നില്ല. തന്നെ രാമൻ ഉപേക്ഷിച്ചതായിട്ട് സീത അവിടെ സൂചിപ്പിക്കുന്നില്ല. മറിച്ച് ആ രാമൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദാമ്പത്യത്തിൽ ഉണ്ടാവേണ്ടതായ പരസ്പര വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് രാമായണം എന്നുള്ളത്. ഇത്തരത്തിൽ എത്രയോ കാര്യങ്ങൾ രാമായണത്തിലൂടെ വാൽമീകി നമുക്ക് വരച്ചു കാണിക്കുന്നു. അച്ഛൻ്റെ സത്യം പരിപാലിക്കാനായി വളരെ ദുർഘടമായിട്ടുള്ള വനവാസം സ്വീകരിച്ചതായ ശ്രീരാമൻ സത്യമായ ജീവിതത്തിൻ്റെ മഹത്വം നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. ഇന്നത്തെ കാലത്ത് രാമായണ കഥയ്ക്ക് പ്രസക്തി ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം വാക്കൊന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്നുള്ള രീതിയിൽ ഇന്ന് പ്രചലിക്കുന്നതായ രാഷ്ട്രീയ അരാഷ്ട്രീയ വിദ്വാൻമാരുടെ വാക്കുകൾക്ക് ഒരിക്കലും മഹത്വം കൽപ്പിക്കാതെ കണ്ട് ജിംഹമായ പ്രവൃത്തികളിലൂടെ, അനൃതമായ പ്രവൃത്തികളിലൂടെ, ഉത്കർഷത്തിന് വിരോധം ഉണ്ടാക്കുന്നതായ പ്രവൃത്തികളിലൂടെ നമ്മുടെ ഈ മാതൃരാജ്യത്തെ പരിരക്ഷിക്കുന്നതിന് പകരം അതിനെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നവർക്ക് സത്യത്തിൻ്റെ വഴി സ്വീകരിച്ചുകൊണ്ട്, ധാർമ്മികമായ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് നമ്മളുടെ കണ്ണു തുറപ്പിച്ചതായ രാമായണം നിത്യനൂതനമായിട്ട് എന്നെന്നും നിലനിൽക്കട്ടെ. നമുക്ക് ജീവിതത്തിൽ അതിൻ്റെ പ്രകാശമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നിവിടെ നാം കേട്ടത് പ്രൗഢഗംഭീരങ്ങളായ 3 ഭാഷണങ്ങളാണ്. അറിവിലും പ്രായത്തിലും മുതിർന്ന പ്രിയപ്പെട്ട സാനുമാഷാണ് നമ്മളോട് ആദ്യം സംസാരിച്ചത്. ബാലകാണ്ഡത്തെ കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ബാലന്മാരുടെ പ്രസക്തി, രാഷ്ട്രത്തിന്റെ ഭാവി അവരുടെ കയ്യിലാണ് എന്നുള്ളതാണ്. രാമായണത്തെ പ്രചരിപ്പിച്ചവർ ബാലന്മാരായ ലഘുശന്മാരാണ്. അത് തീർത്തും അനുകരണീയവും ആണ് എന്നതുകൊണ്ടായിരിക്കാം വാൽമീകി മഹർഷി ആ ദൗത്യം അവരെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക. പ്രിയപ്പെട്ട സാനുമാഷിന്റെ വാക്കുകൾ ബാലഗോകുലത്തിന്റെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാണ്.
മാഷിന്റെ വാക്കുകളെ ഉൾക്കൊണ്ട് ബാലഗോകുലം പ്രവർത്തനങ്ങൾ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. അതിനായി പരിശ്രമിക്കാം. ഡോക്ടർ ശ്രീ രാധാകൃഷ്ണൻ സർ സംസാരിച്ച വിഷയം അതിവിപുലമായ തത്വചിന്തയാണ്. രാമനേക്കാളും രാവണന് കഴിവുകൾ ഏറെ ഉണ്ടായിരുന്നു. ശാസ്ത്രജ്ഞാനം കൊണ്ട് ബ്രാഹ്മണനായ രാവണൻ എന്നാൽ സ്വന്തം ശക്തി അമിതമായി അഹങ്കരിച്ചിരുന്നു. രാമനാകട്ടെ നേരെ മറിച്ച് തീർത്തും വിനയാൻവിതനായി ആത്മാരാമനായി ജീവിതം അർത്ഥപൂർണമാക്കി. ഏവരാലും പൂജിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി രാമൻ മാറി. ഭാരതത്തിന്റെ ഈ ശാസ്ത്ര പാരമ്പര്യം രാമരാജ്യത്തിലൂടെ പ്രചലിതമാകണമെന്ന് മഹാത്മാഗാന്ധിജി ആഗ്രഹിച്ചിരുന്നതായി ശ്രീ രാധാകൃഷ്ണൻ സർ പറയുന്നു. ഭാരതത്തിന്റെ ശ്രേയസ് ഉയർത്തുന്നതിനായി ബാലഗോകുലത്തിനും വലിയ പങ്കാണുള്ളത്. അതിനായി നമുക്കേവർക്കും കൈകോർക്കാം. മൂന്നാമതായി നമ്മോട് സംസാരിച്ചത് ശ്രീ വെൺമണി ഭവദാസ് സറാണ്. പുതിയ ഒരു കാഴ്ചപ്പാടാണ് രാമായണത്തിലെ ശാസ്ത്രചിന്തകളിലൂടെ അദ്ദേഹം മുൻപോട്ട് വെച്ചത്. മൃതസഞ്ജീവനിയിലൂടെ വൈദ്യശാസ്ത്രവും രാവണന്റെ വിമാനം എന്ന ആ ഒരു വാഹനത്തിലൂടെ വൈമാനിക ശാസ്ത്രവും രാമായണത്തിൽ ഉടനീളം കാണുന്ന കാലഗണനയിലൂടെ ജ്യോതിശാസ്ത്രവും ഹൃദിസ്ഥമാക്കിയിരുന്ന ഒരു ജനതതി പൗരാണിക ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ അറിവ് ബാലഗോകുലത്തിലെ പ്രവർത്തകരിലൂടെ ബാലമനസ്സുകളിലേക്ക് എത്തിക്കാനായി നമുക്ക് ഉദ്യമിക്കാം. വ്യത്യസ്ത 3 തലങ്ങളിലുള്ള രാമായണത്തെ വീക്ഷിക്കാനും അറിയുവാനും ഈ 3 മഹത് ഭാഷണങ്ങളിലൂടെ നമുക്ക് സാധിച്ചു. ഇനിയും ഈ വിഷയത്തിൽ കൂടുതൽ അറിയാനും അറിയിക്കുവാനുമായി ബാലഗോകുലത്തിലൂടെ നമുക്ക് ശ്രമിക്കാം. അതിനായി ജഗതീശ്വരൻ ശ്രീരാമചന്ദ്ര പ്രഭു ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. രാമകഥാരസം. എല്ലാ കഥകളും രസകരമാണ്. രാമകഥയാണെങ്കിലോ പറയാനില്ല. രാമൻ എന്ന വാക്ക് തന്നെ രമിപ്പിക്കുന്നവൻ എന്നാണ്. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവു തുഞ്ചത്തിൽ ഉളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്താൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. രാമൻ്റെ കഥ, അതിനേക്കാൾ ആനന്ദലബ്ധിക്ക് എന്താണുള്ളത്? രസമുള്ള കഥയാണ് രാമൻ്റേത്, സത്തുള്ള കഥയാണ് രാമൻ്റേത്. എറണാകുളം മേഖല ഇവിടെ അവതരിപ്പിക്കുന്ന രാമകഥാരസം എന്ന ഈ കാര്യക്രമം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അയോധ്യ രാമായണത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു വാക്കാണല്ലോ അയോധ്യ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ തോൽപ്പിക്കാനാകാത്തതെന്നാണ്. അങ്ങനെ തോൽപ്പിക്കാനാകാത്ത ഒരു മനസ്സിൻ്റെ ഉടമയാണ് ശ്രീ ജി സതീഷ് കുമാർ. നമ്മുടെ ഈ കാര്യക്രമത്തിൻ്റെ അധ്യക്ഷനും മേഖലാ അധ്യക്ഷനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പല ബുദ്ധിമുട്ടുകൾക്കിടയിലും ഈ ഒരു കാര്യക്രമം സാർത്ഥകമാകാനായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന വലിയ കാര്യങ്ങൾ നമുക്ക് മറക്കാവുന്നതല്ല. ആദ്യാവസാനം ഈ കാര്യക്രമത്തിൻ്റെ മുന്നിലും പിന്നിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. കുട്ടികൾക്കുള്ള മാർഗദർശനം എന്ന നിലയ്ക്ക് രാമായണത്തിൽ നിന്നും രാമകഥാരസത്തെ ആവാഹിച്ചെടുത്തത് കൈരളിക്ക് സമർപ്പിച്ചത് ശ്രീ സാനുമാഷാണ്. സാനുമാഷിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗഗനം ഗഗനാകാരം സാഗരം സാഗരോപമം എന്ന് പറയും പോലെ പകരം വയ്ക്കാനില്ലാത്ത വിശിഷ്ട വ്യക്തിത്വമാണ് ശ്രീ സാനുമാഷ്. അദ്ദേഹം സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒരു നിറസാന്നിധ്യമാണ്. നമുക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ച ഈ സമയത്തിന് അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹത്തോടെ വിനയത്തോടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. രാമായണത്തിലെ തത്വചിന്ത എന്ന വിഷയം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് ശ്രീ KS രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹവും ഒരു സാമൂഹിക സാംസ്കാരിക നായകനാണ്. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ വളരെ സുപരിചിതമാണ്. അദ്ദേഹം തൻ്റെ ഈ പ്രഭാഷണത്തിലുടനീളം പ്രാധാന്യം നൽകിയിരിക്കുന്നത് രാമൻ്റെ ത്യാഗം എന്ന മനോഭാവത്തിനാണ്. കാരണം താതാർത്ഥമായിട്ട് അയോധ്യയെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിക്കും എന്ന് രാമൻ പറഞ്ഞെങ്കിൽ അത് രാമൻ്റെ ത്യാഗം തന്നെയാണ്. രാമനെ നമ്മൾ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുന്നത്. ധർമ്മത്തിന് വേണ്ടി
എന്തും ത്യജിക്കാൻ വിഷമമില്ലാത്ത, അതിനൊരു മടിയില്ലാത്ത ധർമ്മമൂർത്തിയായിരുന്നു രാമൻ. മഹാഭാരതത്തിൽ ഇതിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ശരശയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്ത് ധർമ്മം പഠിക്കാൻ ചെല്ലുന്ന യുധിഷ്ഠിരനോട് ഭീഷ്മർ പറയുന്നുണ്ട്, ദ്വക്ഷരം ഹി ഭവേൻ മൃത്യു ത്രക്ഷരം ബ്രഹ്മശാശ്വതം മമേതി ച ഭവേൻ മൃത്യു ന മമേത് ബ്രഹ്മശാശ്വതം. മമേത് എൻ്റെ എന്നുള്ളത് മൃത്യു, ന മമേത് എൻ്റെ അല്ല എന്നുള്ളത് ബ്രഹ്മശാശ്വതം. ഇതാണ് ത്യാഗം. ഈ വലിയ മനോഭാവം അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. രാമായണത്തിലെ ഈ പ്രകാശനം അദ്ദേഹം നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു. അദ്ദേഹത്തിനോടുള്ള എറണാകുളം മേഖലാ സമിതിയുടെ സ്നേഹവും നന്ദിയും ഇത്തരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. രാമായണ വായനയുടെ നമ്മൾ ചെന്നെത്താത്ത ഒരു മേഖലയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഡോക്ടർ ഭവദാസൻ. അദ്ദേഹം രാമായണത്തിലെ ശാസ്ത്രം എന്ന വിഷയമാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇവിടെ സൈക്കോളജി മുതൽ അങ്ങ് വൈമാനിക ശാസ്ത്രം വരെ രാമായണത്തിൽ എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് വളരെ ലളിതമായി അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇത്രയും മഹത്തായ രീതിയിൽ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്ത് നമുക്ക് സമർപ്പിച്ച അദ്ദേഹത്തിനോടുള്ള അഗൈതവമായ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സ്വർണത്തിന് സുഗന്ധം എന്ന നിലയ്ക്ക് നമ്മുടെ ഈ കാര്യക്രമത്തെ കുറച്ചുകൂടി ഭംഗിയാക്കി തീർത്തത് 2 ഗീതങ്ങളാണ്. അവ ആലപിച്ച കുമാരി ശ്രീലക്ഷ്മി അജിത്, കുമാരി അഭിരാമി അനന്തകൃഷ്ണൻ എന്നിവർക്കുള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ സ്വാഗതം ആശംസിച്ച ഡോക്ടർ വിനോദ് ലക്ഷ്മൺ, അവതാരകയായി നമുക്ക് മുമ്പിലെത്തിയ ഡോക്ടർ പ്രീത ഷേണായി തുടങ്ങിയവർക്കും, ടെക്നിക്കൽ വശങ്ങളിൽ പ്രവർത്തിച്ച ശ്രീകാന്ത് ജി, ശ്രീ ജയറാം ജി, അവരോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഇതുകൂടാതെ നമുക്കറിയാം, ഏത് പ്രവർത്തനത്തിലുണ്ടാവും തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ചിലർ. അവർ മുമ്പിലേക്ക് വരില്ല എന്നേ ഉള്ളൂ, പക്ഷേ അവരാണ് ഈ പ്രവർത്തനത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്. ബാലഗോകുലത്തിൻ്റെ സംസ്ഥാന ചുമതലയുള്ള ഗോപിച്ചേട്ടനായിട്ടുള്ള നമ്മുടെ പ്രസന്ന മാഷും, സംഘടനാ കാര്യദർശിയായിട്ടുള്ള മുരളീകൃഷ്ണൻ ചേട്ടനും, കാര്യാലയ കാര്യദർശിയായിട്ടുള്ള അനന്തകൃഷ്ണൻ ചേട്ടനെയും ഈ അവസരത്തിൽ തീർച്ചയായിട്ടും സ്മരിക്കേണ്ടതുണ്ട്. അവർക്കുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഈ ഒരു കാര്യക്രമം വീക്ഷിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സർവേപി സുഖിനഃ സന്തു, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിദ് ദുഃഖമാപ്നുയാത്.